നമുക്കറിയാമല്ലോ എല്ലാം ഇന്നലെ പെട്ടെന്നായിരുന്നു വീണ്ടും 3 മാസത്തേക്ക് നമ്മളുടെ താരിഫിൽ ഉണ്ടാകുന്ന നെഗോസിയേഷൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റ് അപ് ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ നമുക്ക് ഹോളിഡേ ആയതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് നമുക്ക് മാർക്കറ്റിൽ വന്നില്ല. ഇന്നെന്തായാലും മാർക്കറ്റ് അപ്പാണ്. എന്തായാലും ഞാൻ ആദ്യം രണ്ട് ഡിഫറൻസുകൾ പറഞ്ഞിരുന്നില്ല. ആദ്യം തന്നെ പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് US ഡോളർ 100 ഇൻഡെക്സ് ഫ്യൂച്ചർ US ഡോളർ ഇൻഡെക്സ് ഫ്യൂച്ചർ താഴത്തേക്ക് പോയി. ഇപ്പോൾ 100 പൊട്ടിയിരുന്നു എങ്കിൽ തന്നെ 100 ഇപ്പോൾ ഏകദേശം അടുത്ത് നിൽക്കണം. ഇത് താഴത്തേക്ക് പോകുന്നത് വേൾഡിലെ എല്ലാ കറൻസിക്കും പോസിറ്റീവാണ്. അതുകൊണ്ടാണ് മാർക്കറ്റിൽ ചെറിയ റിക്കവറി എല്ലാവരുടെയും തിരിച്ചു വരുന്നത്. കാരണം ഇവിടെ ഡോളറിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞു വരുന്നത് തന്നെയാണ് നമുക്ക് പോസിറ്റീവായിട്ട് വരുന്നത് എന്ന് പറയാം. അതിൻ്റെ ഒരു ബിഹാവിൽ നമുക്ക് കറൻസിയിൽ ഇഷ്യൂസ് വരും. നമ്മുടെ മാർക്കറ്റിൽ കറൻസി അതിൻ്റെ പേരിൽ വലിയൊരു ഡ്രാഗിങ് വന്നില്ല. നമ്മൾ 90ലേക്ക് പോകുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടേക്ക് പോകാത്തതിന് മെയിൻ കാരണം ഈ US ഡോളറിൻ്റെ ഇൻഡെക്സ് താഴ്ത്തേക്ക് പോവുകയാണ്. ഇത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, US ഈ ഇഷ്യൂസിൽ നിൽക്കുന്ന കാലം വരെ അവർക്ക് ഇൻഫ്ലേഷൻ ഇപ്പം അധികം വരുന്നില്ല എന്ന് വെച്ചാൽ ഈ ഡോളർ ഇൻഡെക്സിലുള്ള ഈ വേരിയേഷൻ താഴ്ച തന്നെയാണ് മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റിൽ ഇത്രയധികം ക്രാഷ് കുറയ്ക്കുന്നത്. ഗുഡ് മോർണിംഗ് ആണ്. അമേരിക്കൻ മാർക്കറ്റ് ഫ്യൂച്ചേഴ്സ് കാലത്ത് മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് US ഫ്യൂച്ചേഴ്സ് ആയിക്കോട്ടെ ഒരു 125 പോയിൻ്റ് ഡൗൺ ആണ്. അതുപോലെ തന്നെ 500 ആയിട്ടും അതൊരു ടെക്കായിട്ട് 271 ഡൗൺ ആണ്. ടോട്ടലി ഫ്യൂച്ചറിൻ്റെ ഇന്നലത്തെ ക്ലോസിംഗ് എടുത്ത് നോക്കാൻ വെച്ചാൽ ഡാക്സും കുറച്ച് ഡൗൺ ആണ്. എന്ന് പറഞ്ഞാൽ സ്ലൈറ്റായിട്ട് മാർക്കറ്റ് എല്ലാവിടെയും ഡൗൺ ആണ്. എന്ന് പറഞ്ഞാൽ കാലത്ത് തന്നെ എല്ലാവിടെയും മാർക്കറ്റ് ചെറിയ ഡൗൺ ആണ്. ഇതൊരു കൺസോൾട്ടേഷൻ പീരീഡാണ്. ഈ സമയം 2-3 ദിവസങ്ങൾ മാർക്കറ്റ് ഒരു ചെറിയ ഒരു ഏരിയയിൽ നിന്ന് റൊട്ടേഷൻ ചെയ്ത് നിൽക്കാനുള്ള സാധ്യത കൂടുതൽ. ഒന്ന് അമേരിക്കയിലത്തെ റിസൾട്ടാണ്. അവിടെ റിസൾട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ റിസൾട്ട് കളറിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ്സാണ് പ്രധാനമായിട്ട് വരുന്നത്. രണ്ട് ഇപ്പോൾ ഈ അടുത്തുള്ള റിയാക്ഷൻ ഉണ്ടല്ലോ, മാർക്കറ്റിന് എപ്പോഴും ഒരു താഴെ ലെവലിൽ നിന്ന് വന്ന് പിന്നെ റിക്കവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ മാർക്കറ്റ് ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. ADRൽ അത്ര വിഷയം വരുന്നില്ല. ഇൻഫോസിൻ്റെ ADR ഏകദേശം ജസ്റ്റ് പ്ലസ്സിലാണ് പോകുന്നത്. വിബ്രോൻ്റെ ADR ജസ്റ്റ് മൈനസ്, ICICI ബാങ്കിൻ്റെ ADR പ്ലസ്, HDFC ADR പ്ലസ്, ഡോക്ടർ ഡി ADR പ്ലസ്. ടോട്ടലി എന്ന് പറഞ്ഞാൽ ഭയങ്കര അപ് ട്രെൻഡ് അല്ലെങ്കിലും ADRസുകൾ ബാങ്കിൻ്റെ ADR നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും ഒരു സൈഡ് വൈസ് ട്രെൻഡ് എടുക്കാൻ പറ്റുള്ളൂ. നെഗറ്റീവ് അല്ല, പക്ഷെ ഒരു സൈഡ് വൈസ് സെയിം ആ കൺസോളിഡേഷൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് തന്നെ ഇവിടെ കാണാൻ പറ്റുന്നത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു 6000 കോടിയുടെ ബൈ ആണ്. ഒരു 1900 കോടി 2000 കോടിയുടെ അടുത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെല്ലിങ്ങും ഉണ്ട്. ഇത് സ്വാഭാവികം ഇത് തന്നെയാണ്. ഇനി ഇത്ര തന്നെ വീണ്ടും പറയാനുള്ളൂ, മാർക്കറ്റ് ഒരു ഹൈ ലെവലിൽ നിന്ന് റിക്കവറി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്വാഭാവികമായിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് മാർക്കറ്റ് കൺസോളിഡേഷൻ ചെയ്തതിന് ശേഷം മാർക്കറ്റ് റിക്കവർ ചെയ്യുള്ളൂ. പക്ഷേ അതിനുള്ളിൽ വേറെ ഇഷ്യൂസ് വരുന്നുണ്ട്, റിസൾട്ട്. അപ്പോൾ റിസൾട്ട് കലണ്ടർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മാർക്കറ്റിൽ സെക്ടർ വൈസ് സെല്ലിങ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സെക്ടർ വൈസ് സെല്ലിങ്ങിൻ്റെ സമയം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ റിസൾട്ട് മോശമാകുന്ന മൂവ്മെൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു ചെറിയൊരു റേഞ്ചിൽ നിന്ന് കളിക്കാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, രണ്ട് പ്രധാനപ്പെട്ട ഗുഡ് ന്യൂസായിട്ട് കാണുന്നത്, ട്രംപ് ഡയറക്റ്റായിട്ട് ചൈനയായിട്ട് ഒരു ടോക്ക്, ട്രേഡ് വാറായിട്ടുള്ള ടോക്ക് അതിൻ്റെ ആവശ്യകത എടുത്തൂതി പറഞ്ഞ് തന്നെ എനിക്ക് തോന്നുന്നു ചൈനയായിട്ടുള്ള ഒരു കോംപ്രമൈസ് മൂഡിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചൈനയുടെ GDP വന്നു. GDP എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും വളരെ ബെസ്റ്റായിട്ട് ഞാൻ പറയാനുണ്ടെങ്കിൽ വളരെ ബെസ്റ്റ് ചൈനയുടെ GDP ഡാറ്റയാണ് വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റേഷനും മുകളിലും ആണ് GDP വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കാം ട്രംപ് വീണ്ടും ഒരു കോംപ്രമൈസ് മോഡിൽ ചൈനയോട് വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഗോൾഡിൻ്റെ ന്യൂസാണ്. അപ്പോൾ ഗോൾഡ് ഇപ്പോൾ വീണ്ടും റിക്കവറി പാത്തിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 1 ഡേ നോക്കൂ, ഒരു 6% ഒരാഴ്ച കൊണ്ട് കയറിയിട്ടുണ്ട് ഡെയിലി. എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഹവർലി ഡെയിലി എടുത്ത് നോക്കിയാൽ ഒരു 1% വീണ്ടും അപ് ട്രെൻഡാണ്. വീണ്ടും ഗോൾഡും സിൽവറും വീണ്ടും ഒരു ഒരു അപ് ട്രെൻഡിലേക്ക് വീണ്ടും വന്നിക്കുകയാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നവർക്ക് നമുക്ക് ഗോൾഡ് ഗോൾഡ് ട്രേഡ് ചെയ്യാവുന്നതാണ്. MCXലാണെങ്കിൽ MCXൽ നിങ്ങൾക്ക് 10 ഗ്രാം ഗോൾഡിൻ്റെ ബിസിനസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ 1 kg അല്ലെങ്കിൽ 1 ഗ്രാം
ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് MCXൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. ഈ ഗോൾഡ് നിങ്ങൾക്ക് ETF ആയിട്ട് ഒരു കമ്പനി ചെയ്യാം, അല്ലെങ്കിൽ പല കമ്പനികളുടെയും ETFs ഉണ്ട് ഗോൾഡ്, അത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഗോൾഡ് കുറച്ചും കൂടി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാം. ICICI ബാങ്കിൻ്റെ പ്രൊഡക്ഷൻ റിസൾട്ട് വന്നിരുന്നു, നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇതൊരു മാർക്കറ്റിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റിസൾട്ട് കഴിഞ്ഞു. അപ്പോൾ ഡിപ്പിലൊക്കെ നമുക്ക് ബൈ ചെയ്യാവുന്ന ഒരു കൗണ്ടറായി ICICI പ്രൊഡക്ഷൻ ലൈഫ്. അതുപോലെ ഇർഡയുടെ റിസൾട്ട് വന്നു, REDA ഇർഡയുടെ റിസൾട്ട് നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അതും പ്രതീക്ഷനേക്കാളും നല്ല റിസൾട്ടാണ് വെച്ചത്. ഇതും മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ട്രെൻഡാണ്, അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന കൗണ്ടറായിരിക്കും. റിസൾട്ട് കലണ്ടറിൽ ഇന്ന് ഏഞ്ചൽ 1ൻ്റെ റിസൾട്ട് ഉണ്ട്, മാർക്കറ്റിന് ശേഷമാണ് ഏഞ്ചൽ റിസൾട്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റിസൾട്ട് RIILൻ്റെ റിസൾട്ട് ഉണ്ട്, വിപ്രോൻ്റെ റിസൾട്ട് ഉണ്ട്. ശ്രദ്ധിക്കുക, വിപ്രോൻ്റെ റിസൾട്ടാണ് പ്രധാനപ്പെട്ട റിസൾട്ടായിട്ട് ഇന്ന് വരുന്നത്. അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട 3 റിസൾട്ടുകൾ നിൽക്കുന്നുണ്ട്. മാർക്കറ്റിന് ശേഷമാണ് ഈ റിസൾട്ട് വരിക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ചെറിയ റിസൾട്ട് ഡൗൺ ആണ് ഗിഫ്റ്റ് നിഫ്റ്റി കാണിക്കുന്ന റിസൾട്ട് കലണ്ടറിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മാർക്കറ്റ് ചെറിയൊരു കൺസോൾട്ടേഷൻ ടൈമാണിത്. അപ്പോൾ മാർക്കറ്റ് ഇന്നൊരു ചോപ്പി മാർക്കറ്റ് ആവാനാണ് സാധ്യത വരുന്നത്. ഓക്കെ, താങ്ക് യു.